ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഹരി ഓം. ശ്രീ ശങ്കരാചാര്യ വിരചിതം സൗന്ദര്യലഹരി സ്തോത്രപഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 52ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ഇന്ന് പഠിക്കേണ്ട ശ്ലോകം 53, ദേവിയുടെ കണ്ണുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ 53ാമത്തെ ശ്ലോകം വായിക്കാം. വിഭക്തത്രൈവർണ്യം വ്യതികരിതലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രധൃതയമിതമ ഈശാനദൈതേ. ത്വന്നേത്രധൃതയമിതമീശാനദൈതേ. പുനഃസൃഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭ്രത്തമ ഇതി ഗുണാനാം ത്രയമിവ. ഇനി ആ വാക്കുകൾ ഏതൊക്കെയാണ്? വിഭക്ത, ത്രൈവർണ്യം, വ്യതികരിതലീലാഞ്ജനതയാ വിഭാതി ത്വത് നേത്രധൃതയം ഇദം ഈശാനദൈതേ. പുനഃ സൃഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാൻ ഉപരതാൻ രജസത്വം, രജഃ സത്വം, രജസത്വം, വിഭ്രത് തമ ഇതി ഗുണാനാം ത്രയം ഇവ. ഇനി എങ്ങനെയാണ് വായിക്കേണ്ടത്? വിഭക്തത്രൈവർണ്യം വ്യതികരിതലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രധൃതയമിതമീശാനദൈതേ. പുനഃസൃഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭ്രത്തമ ഇതി ഗുണാനാം ത്രയമിവ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഭക്ത, വിഭക്ത എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെട്ട. ത്രൈവർണ്യം, ത്രൈ എന്ന് പറഞ്ഞാൽ 3, വർണ്യം എന്ന് പറഞ്ഞാൽ കളറ്, 3 വർണ്ണങ്ങളായി വിഭജിക്കപ്പെട്ട. വ്യതികരിതം, വ്യതികരിതം എഴുതപ്പെട്ട എന്നർത്ഥം. ലീലാഞ്ജനതയ, ലീലാഞ്ജനം, അഞ്ജനം എന്ന് പറഞ്ഞാൽ കണ്ണെഴുതുന്ന മഷി. അപ്പോൾ ഇവിടെ വിഭക്തത്രൈവർണ്യം എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട 3 വർണ്ണങ്ങൾ. അതേതൊക്കെയാണ്? 3 വർണ്ണങ്ങളോടായിട്ട്, 3 വർണ്ണങ്ങളായിട്ട്, 3 നിറങ്ങളായിട്ട്. ഏതൊക്കെയാ? ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്. ഈ 3 വർണ്ണങ്ങളായിട്ട് വ്യതികരിത ലീലാഞ്ജനതയാ വിലാസത്തിനായി എഴുതപ്പെട്ട അഞ്ജനത്തോടു കൂടിയതാകയാൽ വിഭാതി, വിഭാതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു. ഇനി ത്വത് നേത്ര, ത്വത് നേത്രധൃതയം. ത്വത് എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ, ത്വത് അങ്ങയുടെ, ദേവിയുടെ നേത്രം കണ്ണുകൾ, ധൃതയം 3 കണ്ണുകൾ. നിന്തിരുവടിയുടെ ഈ 3 കണ്ണുകൾ ഈശാനദൈതേ, ഈശാനൻ്റെ പ്രിയതമേ എന്നർത്ഥം. ദൈത എന്ന് പറഞ്ഞാൽ ഭാര്യ, പ്രിയതമ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈശാനൻ്റെ ദൈത എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ്റെ പ്രിയതമേ, അല്ലയോ പാർവതീ ദേവി, പരമശിവപത്നി എന്നൊക്കെ സംബോധന. പുനഃ, പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും. സൃഷ്ടും, സൃഷ്ടിക്കുന്നതിനായി. ദേവാൻ, ദേവന്മാരെ സൃഷ്ടിക്കുന്നതിനായി. ദ്രുഹിണ ഹരി രുദ്രാൻ,
ദ്രുഹിണൻ എന്ന് ബ്രഹ്മാവിൻ്റെ പേരാണ്. ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. രുദ്രന്മാർ, രുദ്രൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ. ഉപരതാൻ എന്ന് പറഞ്ഞാൽ പ്രാപിക്കപ്പെട്ടത്. എന്തൊക്കെയത്? രജഹ, സത്വം, രജസ്, തമസ്, സത്വം, 3 ഗുണങ്ങൾ. സത്വം എന്ന് ഒന്നിച്ചെഴുതിയിരിക്കുന്നു. രജഹ സത്വം എന്നാണ്. അത് ഒന്നിച്ച് വരുമ്പോൾ ആ വിസർഗം അവിടുന്ന് പോയിട്ട് ഇരട്ടിക്കുന്നു. രജസത്വം എന്ന്. വിഭ്രത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു, ധരിച്ചിരിക്കുന്നു. അപ്പോൾ തമ എന്ന് പറഞ്ഞാൽ തമസ്. ഇത് ഗുണാനാം ത്രയമിവ, ഈ 3 ഗുണങ്ങളാൽ ശോഭിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ്? വിഭക്തത്രൈവർണ്യം വ്യതികരിതലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രഹൃദയമിതമീശാനദൈതേ പുനഃസൃഷ്ടും ദേവാൻ ദ്രുഹിണ ഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭ്രതമ ഇതി ഗുണാനാം ത്രയമിവ. വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ വേഗം പറഞ്ഞു പോകാം. വിഭക്തത്രൈവർണ്യം, വേർതിരിക്കപ്പെട്ട 3 വർണ്ണങ്ങളോട് കൂടിയതായിട്ട്. ആ 3 വർണ്ണങ്ങളാണ് ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്. വ്യതികരിതലീലാഞ്ജനതയാ, വിലാസത്തിനായി എഴുതപ്പെട്ട അഞ്ജനത്തോടു കൂടിയതായതുകൊണ്ട് വിഭാതി, ശോഭിക്കുന്നു. ത്വത് നേത്രഹൃദയം ഇതം, നിന്തിരുവടിയുടെ ഈ 3 കണ്ണുകൾ. ഈശാനദൈതേ, സംബോധന അല്ലയോ ഈശാനൻ്റെ പത്നി, അല്ലയോ പരമശിവപത്നി പാർവതീ ദേവി എന്നൊക്കെ അർത്ഥം. പുനഃസൃഷ്ടും ദേവാൻ, ദേവന്മാരെ വീണ്ടും സൃഷ്ടിക്കുന്നതിനായി. ദ്രുഹിണ ഹരിരുദ്രാനുപരതൻ, കാലവശപ്പെട്ട് നിന്തിരുവടിയിൽ ലയിച്ചിരിക്കുന്ന ബ്രഹ്മവിഷ്ണു രുദ്രന്മാരായ. രജസത്വം വിഭ്രതമഹ, തമസ്, രജസ്, സത്വം ഇവ ധരിച്ചിരിക്കുന്ന ഈ 3 ഗുണങ്ങളെ ധരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ അർത്ഥം പറയുമ്പോൾ അല്ലയോ പരമശിവപത്നി, നിന്തിരുവടിയുടെ ഈ 3 കണ്ണുകൾ വിലാസത്തിനായി എഴുതപ്പെട്ട അഞ്ജനത്തോടു കൂടിയതാകൊണ്ട്. അഞ്ജനം എന്ന് പറഞ്ഞാൽ മഷി, കൺമഷി. അത് എഴുതപ്പെട്ട അഞ്ജനത്തോടു കൂടിയതായതുകൊണ്ട് വേർതിരിക്കപ്പെട്ട വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ 3 വർണ്ണങ്ങളോട് കൂടിയതായിട്ട് കാലവശപ്പെട്ട് നിന്തിരുവടിയിൽ ലയിച്ചിരിക്കുന്ന ബ്രഹ്മവിഷ്ണു രുദ്രന്മാരായ ദേവന്മാരെ വീണ്ടും സൃഷ്ടിക്കുന്നതിനായി സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ധരിച്ചിരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം ശോഭിക്കുന്നു എന്ന്. ഇവിടെ ത്രൈവർണ്ണം, കറുപ്പ് തമോ ഗുണത്തിൻ്റെ അടയാളാണ്. ചുവപ്പ് രജോ ഗുണത്തിൻ്റെ ഇതാണ്. വെളുപ്പ് സത്വഗുണത്തിൻ്റെ ഇതാണ്. അപ്പം ഗുണങ്ങൾ, കറുപ്പിൻ്റെ ഗുണം തമോ ഗുണം, വെളുപ്പിൻ്റെ ഗുണം സത്വഗുണം, ചുവപ്പിൻ്റെ ഗുണം രജോ ഗുണം. ഈ 3 ഗുണങ്ങളെ നയിക്കുന്ന ചെയ്യുന്ന ജോലി എന്താണ്? കറുപ്പ് തമോ ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സംഹാരത്തെ ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. ആരാത്? രുദ്രൻ. വെളുപ്പ് സത്വഗുണമാണ്, സത്വഗുണത്തെ ചെയ്യുന്ന ആരാണ്? സൃഷ്ടി. അതാരാ ചെയ്യുന്നത്? ബ്രഹ്മാവ്. ചുവപ്പ് രജോ ഗുണത്തിൻ്റെ ഇതാണ്, അത് ചെയ്യുന്ന ആരാണ്? പരിപാലനം, മഹാവിഷ്ണു. അപ്പം അമ്പുകളുടെ, അതായത് 3 ഗുണങ്ങളെ 3 വർണ്ണങ്ങളായി രുദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ് ഇവർ ധരിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു എന്ന്, അങ്ങനെ തോന്നും വണ്ണം ശോഭിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അത് ഒന്നും കൂടി ഇത് പറയുകയാണെങ്കിൽ വിഭക്തത്രൈവർണ്യം വ്യതികരിതലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രഹൃദയമിതമീശാനദൈതേ പുനഃസൃഷ്ടും ദേവാൻ ദ്രുഹിണ ഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭ്രതമ ഇതി ഗുണാനാം ത്രയമിവ. അല്ലയോ പരമശിവപത്നി, നിന്തിരുവടിയുടെ ഈ 3 കണ്ണുകൾ വിലാസത്തിനായി എഴുതപ്പെട്ട അഞ്ജനത്തോടു കൂടിയതാകൊണ്ട്
വേർതിരിക്കപ്പെട്ട വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ 3 വർണ്ണങ്ങളോട് കൂടിയതായി കാലവശപ്പെട്ട് നിന്തിരുവടിയിൽ ലയിച്ചിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരായ ദേവന്മാരെ വീണ്ടും സൃഷ്ടിക്കുന്നതിനായി സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ധരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം ശോഭിക്കുന്നു. അതായത് ഓരോ പ്രളയം നടക്കുമ്പോഴും സംഹാരം നടക്കുന്നു. ഓരോ പ്രളയത്തിലും നശിച്ചു പോകുന്നത് വീണ്ടും ഉണ്ടാകുന്നു. അത് സൃഷ്ടി. അതെല്ലാം ചെയ്യാനായിട്ട് ദേവന്മാരെ സൃഷ്ടിക്കുന്നതിന് ഈ 3 ഗുണങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്ന പോലെ ശോഭിക്കുന്നു എന്ന് അർത്ഥം. വിഭക്തത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രഹൃദയമിതമീശാനദൈതേ പുനഃസൃഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭ്രത്തമ ഇതി ഗുണാനാം ത്രയമിവ. ഈ മഹാഭാഗ്യജനങ്ങളുടെ നേത്രങ്ങളൊക്കെ, കണ്ണുകൾ ചുവപ്പ് രേഖകളോട് കൂടിയത്. കണ്ണുകൾക്കൊക്കെ ചുവപ്പ് രേഖയുണ്ട്. അഞ്ജന ശബ്ദം ആ കറുത്ത വർണ്ണത്തെ കാണിക്കുന്നു, തമോ ഗുണത്തെ ആണ് കാണിക്കുന്നത്. കറുപ്പ്, കൺമഷി കറുത്തല്ലേ, അതിനെ കാണിക്കുകയാണ് അഞ്ജനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സത്വം വെളുപ്പാണ്, രജസ് ചുവപ്പാണ് എന്നിങ്ങനെ അത് ലോകപ്രസിദ്ധിയാണ് അല്ലേ. ഇതിൻ്റെ അലങ്കാരമാണ്, ഈ ശ്ലോകത്തിൻ്റെ അലങ്കാരം ഉൽപ്രേക്ഷ അലങ്കാരം എന്ന് പറയും. അപ്പോൾ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. വിഭക്തത്രൈവർണ്യം വ്യതികരിതലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രഹൃദയമിതമീശാനദൈതേ പുനഃസ്രഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭ്രത്തമ ഇതി ഗുണാനാം ത്രയമിവ. ഈ ശ്ലോകത്തിൽ വിഭക്ത ത്രൈവർണ്യം കഴിഞ്ഞ് ഇത് ചെയ്യുക, 6 അക്ഷരം കഴിഞ്ഞ് ബാക്കി ഒന്നിച്ചാണ്. വിഭാതി ത്വന്നേത്രഹൃദയമിതമീശാനദൈ ഒറ്റപ്പദം. പുനഃസൃഷ്ടും ദേവാൻ കഴിഞ്ഞ് അവിടെ ഒന്ന് പതുക്കെ നിർത്താം. എന്നിട്ട് ദ്രുഹിണഹരിരുദ്രാനുപരതാൻ, ഉപരതാൻ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവർ എന്നർത്ഥം. പിന്നെ രജസത്വം വിഭ്രത്തമ, വിഭ്രതതമ ഒന്നിച്ചാകുമ്പോൾ വിഭ്രത്തമ ഒരു ഇത്ത വരും. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നതുവരെ എല്ലാവർക്കും ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി.